എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂരിലൂടെ പാകിസ്ഥാന് കനത്ത മറുപടി കൊടുത്തിരിക്കുകയാണ്. ഏകദേശം ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തിന് ശേഷം മെയ് 7 പുലർച്ചെ അതിശക്തമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. അപ്പോൾ ഇത് പാകിസ്ഥാനിൽ ഒരുപാട് ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഒരുപാട് നെറേറ്റീവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ യുദ്ധത്തിൽ വിൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം പാകിസ്ഥാൻ ഞങ്ങൾ ഇന്ന് പോലും കണ്ടു. അവിടെ അഫ്രീദി പിന്നെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഇവരൊക്കെ ചേർന്ന് സെലിബ്രേഷൻ നടത്തുന്നു. അതായത് വാറിൽ നമ്മൾ ഇന്ത്യ ഡിഫീറ്റ് ചെയ്തു, ഇന്ത്യക്ക് മേൽ നമ്മൾ എന്താ പറയുക ഇത് നേടി വിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സെലിബ്രേഷൻ നടത്തുന്ന വീഡിയോകളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പോൾ പാകിസ്ഥാൻ ഒരുപാട് നെറേറ്റീവുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവർ പ്രൂഫായിട്ട് പറയുന്നത് ഈ ഗസയിലൊക്കെ നടന്ന ഒരുപാട് അറ്റാക്ക്, പിന്നെ ലെബനോൺ, ഇതിൻ്റെയൊക്കെ കുറേ കൂടി വീഡിയോ ഫൂട്ടേജ്, പിന്നെ കുറേ വീഡിയോ ഗെയിംസിൻ്റെ ഫൂട്ടേജ്, ഇതൊക്കെ വെച്ചിട്ട് അവർ പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ക്യാമ്പയിൻ ഉണ്ടാക്കി ഒരു ഫാൾസ് നെറേറ്റീവ് ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു എന്ന് വേണം പറയാം. അവർ പറയുന്ന ഇത്തരത്തിലെ ഫേക്ക് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇന്ത്യയുടെ ഒരുപാട് ഞങ്ങൾ പോർട്ടും മറ്റേ എയർ ബേസുകൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള ഗസയിലും ലെബനോണിനും വീഡിയോ ഗെയിമിൻ്റെയൊക്കെ വീഡിയോ ഫൂട്ടേജുകൾ എടുത്തിട്ട്. പക്ഷേ ഒരു കാര്യം പറയാം, എന്തായാലും ഈ ഫേക്ക് ക്യാമ്പയിനിൽ എന്താ പറയുക പാകിസ്ഥാൻ നമുക്ക് മുകളിലായിരുന്നു. അതായത് അവർ അതിന് മാത്രമായിരുന്നു സമയം. നേരെ മറിച്ച് ഞങ്ങളുടെ കയ്യിൽ സോളിഡ് പ്രൂഫ് ഉള്ളതുകൊണ്ട് അതിൻ്റെ എന്താ പറയുക ആർക്കും തെളിയിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. വ്യക്തമായ തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നു. അപ്പോൾ ഈ യുദ്ധത്തിൽ ശരിക്കും ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഒഫീഷ്യൽ അൺഡിക്ലെയർഡ് വാറാണ്. എന്നാലും എന്താ പറയുക ഈ ഇന്ത്യ പാകിസ്ഥാൻ ഒരു പോരടിച്ചതിൽ പരസ്പരം ആക്രമിച്ചതിൽ എന്താ പറയുക കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് പാകിസ്ഥാനാണെന്നെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇൻ്റർനാഷണൽ തലത്തിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടിയിരിക്കുന്നത് ചൈനക്കാണ്. അതെന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. അതായത് പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് ചൈനയുടെ വെപ്പൺസാണ്. അപ്പോൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇങ്ങനൊരു പ്രശ്നം ഇഷ്യൂ നടക്കുമ്പോൾ ലോകം ശരിക്കും വാച്ച് ചെയ്യാണ്. ശരിക്കും ഇവിടെ എന്താ നടക്കുന്നത്, ഏതൊക്കെ വെപ്പൺസാണ് ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. എന്താ പറയുക പല ഇന്ത്യ ആയാലും ഇന്ത്യയുടെ പല സംഭവങ്ങളും വീഡിയോ ചെയ്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആൾക്കാർ ഇവിടെ തെളിവ് ചെയ്യും. ഇന്ത്യയുടെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ തെളിവുകൾ ചോദിക്കും, എവിടെ ആക്രമിച്ചതിന് തെളിവ് എവിടെ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഓരോ എന്താ പറയുക ഓരോ ഡ്രോണിലും ഇങ്ങനെ ക്യാമറ ഉണ്ടായിരുന്നു. ആ വീഡിയോ ഫൂട്ടേജുകളൊക്കെ ഇന്ത്യയുടെ കൈവശമുണ്ട്. അപ്പോൾ എന്താ കൂടുതലും എന്താണ് ആർമി ഇത് തന്നെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ചില ന്യൂസ് മീഡിയ ഏജൻസി വഴിയൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേൾഡ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ ഇതാണ് എന്താ പറയുക അപ്പർ ഹാൻഡ് കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ത്യ ഇതിൽ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യയിലും മേക്ക് ഇൻ ഇന്ത്യ വഴി ഇന്ത്യയിൽ ഉണ്ടാക്കിയ ആയുധങ്ങളും പിന്നെ റഷ്യയുടെ നിന്ന് വാങ്ങിയ റഷ്യയുടെ നിന്ന് ആയുധങ്ങളും വാങ്ങിയിട്ടുണ്ട്, ടെക്നോളജിയും വാങ്ങിയിട്ടുണ്ട്. അതായത് മുൻകാലങ്ങളിലൊക്കെ നമ്മളൊരു രാജ്യത്ത് ആയുധം മാത്രമേ വാങ്ങൂ. പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ എന്തെങ്കിലും വാങ്ങുമ്പോൾ ആ കോൺട്രാക്റ്റിൽ ഒരു ക്ലോസ് ഉണ്ടാവും. ആ ടെക്നോളജി കൂടിയാണ് ഞങ്ങൾ വാങ്ങുന്നത്. ഇപ്പോൾ റഫേലൊക്കെ നമ്മൾ വാങ്ങിയില്ലേ, റഫേൽ ഫ്രാൻസിൻ്റെ അടുത്ത് വാങ്ങുമ്പോൾ അതിന് ടെക്നോളജിയും കൂടി വാങ്ങി നമ്മൾ. ഇപ്പോൾ നമ്മുടെ അടുത്ത വർഷം കൂടി 2026 ജനുവരി തൊട്ട് റഫേൽ ഇന്ത്യയിൽ വ്യാപകമായിട്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ. അപ്പോൾ കൂടുതലും ഇന്ത്യ റഷ്യ മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലോകത്തിലെ എല്ലാ മിലിറ്ററി ഒഫീഷ്യൽ ഒബ്സർവേഴ്സൊക്കെ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ എല്ലായിടത്തും അതായത് ഇപ്പം എന്താ പറയുക ഇസ്രയേൽ ഹമാസ് ആ യുദ്ധം, പിന്നെ റഷ്യ യുക്രൈൻ, അതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇവർ ഒബ്സർവ് ചെയ്യുന്നത് എന്താണ്, ഏത് ആയുധത്തിനാണ് കൂടുതൽ സ്ട്രൈക്ക് റേറ്റ്, ഏത് ആയുധത്തിനാണ് കൂടുതൽ ഹിറ്റ് റേറ്റ്, ഇതൊക്കെ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങാനുള്ളൊരു പരിപാടിയായിരുന്നു. അതായത് ഇവർ മെയിൻ എന്ന് വെച്ചാൽ ഓരോ രാജ്യത്തിനും മിലിറ്ററി ഒബ്സർവേഴ്സിൻ്റെ മെയിൻ ജോലി തന്നെ ഇതാണ്. ഓരോ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ, അതിൻ്റെ ഹിറ്റ് റേറ്റ്, സ്ട്രൈക്ക് റേറ്റ്, ഇതൊക്കെ കണ്ടുപിടിച്ച് ബെസ്റ്റ് ഏതാണെന്നൊക്കെ ഒരു അനലൈസ് നടത്തിയിട്ട് അത് വാങ്ങാൻ ശ്രമിക്കുക. അതായിരുന്നു അവരുടെ പരിപാടി. അപ്പോൾ ചൈന പാകിസ്ഥാനോടത്തെ ചൈനയുടെ ഏറ്റവും ഐക്കോണിക്കായ ചൈനയുടെ എന്താ പറയുക ഡിഫൻസ് സിസ്റ്റത്തിലെ ഏറ്റവും സൂപ്പർ സാധനമാണെന്ന് പറഞ്ഞാൽ HQ-9 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അതായത് $3.5 മില്യൺ കൊടുത്തിട്ടാണ് പാകിസ്ഥാനിൽ ചൈനയുടെ അടുത്ത് വാങ്ങിയത്. അപ്പോൾ ചൈന വലിയ കാര്യമായിട്ട് ലോകരാജ്യങ്ങൾക്ക്, അതായത് അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിൽക്കുന്നത് ചൈന കേട്ടോ. അപ്പോൾ അമേരിക്ക ഏകദേശം 90 രാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ട്, ചൈന ഏകദേശം 60ഓളം രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചൈന അവരുടെ വലിയൊരു എന്താ പറയുക സ്പെഷ്യൽ സാധനമായിട്ട് പറഞ്ഞാണ് HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം. അപ്പോൾ ഞങ്ങളതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്ന് വെച്ചാൽ S-400 ആണ്. അതായത് റഷ്യയുടെ നിന്ന് ഡയറക്റ്റ് വാങ്ങിയത്. നമ്മൾ അടുത്ത വർഷം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അടുത്ത വർഷം തൊട്ട് ഈ റഫേലിൻ്റെ കൂടെ തന്നെ S-400 ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് വെച്ചാൽ ചൈനയുടെ ഡ്രോൺസും മിസൈൽസൊക്കെയാണ്. ഈ S-400 എല്ലാ മിസൈൽസും ഡ്രോൺസും അതൊക്കെ വെച്ചാൽ എന്താണ് S-400 നിർവീര്യമാക്കി ഡിഫ്യൂസ് ആക്കി കളഞ്ഞു ഈ ചൈനയുടെ എല്ലാം. നേരെ മറിച്ച് അങ്ങോട്ട് അയക്കുന്ന എല്ലാ ഇതെന്ന് വെച്ചാൽ ടാർഗറ്റ് കറക്റ്റ് എന്ന് വെച്ചാൽ സ്ട്രൈക്ക് റേറ്റ് എബോവ് 90 ആണ്. നമ്മുടെ ഇതിൻ്റെ മിസൈൽസിനും ഡ്രോൺസിൻ്റെയൊക്കെ സ്ട്രൈക്ക് റേറ്റ് 90 ആണ്. ആ HQ-9 ചൈന കൊടുത്ത എയർ ഡിഫൻസ് സിസ്റ്റം എന്താ പറയുക വർക്ക് ചെയ്യുന്നില്ല എന്നർത്ഥം. ദാറ്റ് മീൻസ് എഫക്റ്റീവ് അല്ല എന്നർത്ഥം. അത് ശരിക്കും ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ശരിക്കും എക്സ്പോസ്ഡ് ആയി പോയിട്ടു. അത് മാത്രമല്ല ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ വഴി ഉപയോഗിച്ച പല കാര്യങ്ങളും എന്താ പറയുക അവിടെ പോയി അടിക്കുന്നു.
അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പല ഡ്രോണുകളും എന്താ പറയുക പാകിസ്ഥാനിൽ പോയി അടിക്കുകയാണ്, ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അടിക്കുകയാണ്. അപ്പോൾ ഇവന്മാർക്ക് ഈ HQ-9 എന്ന് പറയുന്ന സാധനം കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ശരിക്കും ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ വരും ദിവസങ്ങളിൽ ചൈനയ്ക്ക് വലിയ ഇടിവുണ്ടാവും. ചൈനയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം 60ഓളം രാജ്യങ്ങളിൽ ചൈനയിൽ വെപ്പൺസ് വാങ്ങുന്നുണ്ട്. ഇനി അവരൊക്കെ വിഡ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഇന്ത്യയുടെ പക്കൽ നിന്നും റഷ്യയുടെ പക്കൽ നിന്നൊക്കെ ആയുധങ്ങൾ വാങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, ഈ പാകിസ്ഥാൻ തന്നെ പറയുകയാണ് ഇത് എന്താ പറയേണ്ടത്, നമ്മൾ ഒരുപാട് ഇവരെ ഇതൊക്കെ വെടിവെച്ചിട്ട് എയർബേസൊക്കെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ ഓരോ ഫാൾസ് നറേറ്റീവ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ കാഷ്വാലിറ്റീസ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഒരു കാഷ്വാലിറ്റീസും ഉണ്ടായില്ല, ഒറ്റ കാഷ്വാലിറ്റീസും ഉണ്ടായില്ല. ഉണ്ടായാൽ തന്നെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ വെറുതെ ഇരിക്കുമോ? എന്തെങ്കിലും വാർത്ത കിട്ടി എന്തായാലും ആരെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാർത്ത സ്പ്രെഡ് ആവും. അപ്പോൾ തന്നെ എന്താ പറയുക, ഇന്ത്യയുടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിവിടെ ഇന്ത്യക്കെതിരെ ആഞ്ഞടിക്കാനുള്ള എന്താ പറയുക വലിയൊരു ടൂളാക്കി മാറ്റാനുള്ള ഒരു സെറ്റപ്പ് ഓൾറെഡി ഈ ഇന്ത്യ പാകിസ്ഥാൻ്റെ എന്താ പറയുക ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും കോൺഗ്രസ്സൊക്കെ ചേർന്നിട്ട്. അതായത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെറിയ ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് പെരുപ്പിച്ച് കാണിക്കാൻ വലിയൊരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു. പക്ഷേ അതിന് പോലും എന്താ പറയേണ്ടത് ഒരു കാഷ്വാലിറ്റീസ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. നേരെ മറിച്ച് ഇന്ത്യയുടെ S-400, ആകാശ്, QRSAM, സ്പൈഡർ, പൃഥ്വി, ഇതിനൊക്കെ ആക്യുറസിയും ഇത് സ്ട്രൈക്ക് റേറ്റ് എന്ന് വെച്ചാൽ 100% ആണ്. 100% അവിടെ ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാക്കി. പാകിസ്ഥാൻ ഏകദേശം 19 എയർബേസ് ഉണ്ട്, അത് 13, അതായത് ഈ മിസൈൽസൊക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന 19 ഇതുണ്ട്, അതായത് എയർബേസ് ഉണ്ട്. അതിൽ 13 ഇന്ത്യ ഏകദേശം അതായത് ഒരു 60-70% ഡാമേജ് ഉണ്ടാക്കി. അപ്പോൾ ദാറ്റ് മീൻസ് ഇന്ത്യയുടെ ഡ്രോൺസിനും ഈ മിസൈൽസിനൊക്കെ ഹൈ ആക്യുറസി, ഞാൻ പറഞ്ഞാൽ സ്ട്രൈക്ക് റേറ്റ് 90 എബോവ് ആണ്. അപ്പോൾ ഇതേ സമയം ചൈനയുടെ LY-80 എന്ന് വെച്ചാൽ ഒരു മിസൈലാണ്. പിന്നെ PL-50, അതായത് 200 മീറ്റർ റേഞ്ചിലൊക്കെ 200 കിലോമീറ്റർ റേഞ്ചിലൊക്കെ എന്താ പറയുക ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ചൈനയുടെ മെയിൻ സാധനമാണ്. അതൊക്കെ എന്താ പറയണ്ടത് നമ്മൾ നിർവീര്യമാക്കിയത്, ഇന്ത്യൻ മേക്ക് ഇൻ ഇന്ത്യ ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ വെച്ച് അതൊക്കെ നിർവീര്യമാക്കി. പിന്നെ അതുപോലെ അവരുടെ വലിയ കാര്യമായിട്ട് പറയുന്നതാണ് J-17 എയർക്രാഫ്റ്റ്. ആ J-17 എയർക്രാഫ്റ്റ് എന്താ പറയുക 2 നമ്മൾ വെടിവെച്ചിട്ടു. ഒരു സാധനം അവിടെ എന്താ പറയുക HQ-9 എന്ന് പറയുന്ന സാധനത്തിന് സാധാരണ എന്ന് വെച്ചാൽ HQ-9 ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഭവങ്ങൾക്കൊന്നും ഇതെന്താ പറയുക എഫക്റ്റീവ് അല്ല. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ചെറിയ സാധനങ്ങളൊന്നും ചിലപ്പം ഇതിൻ്റെ ദൃഷ്ടിയിൽ പെടില്ല എന്നാണ്. പക്ഷേ നമ്മുടെ ബ്രഹ്മോസ് വലിയ ഭീമാകാരൻ സാധനമാണ് ബ്രഹ്മോസ്. ആ ബ്രഹ്മോസ് പോലും അവിടുത്തെ കിരാന ഹിൽസിൽ ഹിറ്റ് ചെയ്തിട്ട് ആണവ നിലയം തകർത്തു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചേർത്ത് എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിലോ ഈ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ പെഹൽഗാമിന് ഭീകരാക്രമണത്തിന് ഇന്ത്യ കൊടുത്ത തിരിച്ചടിയിൽ പാകിസ്ഥാനെക്കാട്ടും ഡാമേജ് ഉണ്ടായത് ചൈനക്കാണ്. അത് വരും ദിവസങ്ങളിൽ ശരിക്കും അവരെ എന്താ പറയുക എക്കണോമിയെ തന്നെ ബാധിക്കും. അവരുടെ എന്താ പറയുക ആയുധ വ്യാപാരം ഒരു ഏകദേശം 60ഓളം രാജ്യങ്ങൾക്ക് ഇത് ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇനി പിന്മാറാനുള്ള സാധ്യതയുണ്ട്. പിന്മാറാന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് പിന്മാറാനല്ല, ഇവർ കൊടുത്ത അതായത് ഇന്ത്യ പാകിസ്ഥാൻ ഇതിൽ ഈ പ്രശ്നത്തിൽ ഉപയോഗിച്ചിരുന്ന അതായത് ഇന്ത്യ ഡിഫ്യൂസ് ആക്കി കളഞ്ഞ് ഇന്ത്യയുടെ ഇതിന് മുന്നിൽ കീഴടങ്ങിയ പല ചൈനീസ് വെപ്പൺസും ഇനി മറ്റു രാജ്യങ്ങൾ വാങ്ങാൻ സാധ്യത വളരെ കുറവാണ്. അവർ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതായത് അവരുടെ മിലിറ്ററി ഒഫീഷ്യൽസൊക്കെ മനസ്സിലായി, അതായത് ഈ ഇന്ന ചൈന വെപ്പൺസ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അത് ഈ ഇന്ന ടെക്നോളജി കൊണ്ട് അതിന് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന ശരിക്കും ചൈനയുടെ എക്സ്പോസ്ഡ് ആക്കി കൊടുത്തു. ഇന്ത്യ ശരിക്കും ചൈനയെ ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ എക്സ്പോസ്ഡ് ആക്കി. അത് അമേരിക്കയും കൂടി ഒരു എന്താ പറയുക ഒരു അനുകൂല ഘടകമാണ്. അവർ വരും ദിവസങ്ങളിൽ റഷ്യയുടെ കയ്യിൽ നിന്നും മേക്ക് ഇൻ ഇന്ത്യയിൽ നിന്നുള്ള ആയുധങ്ങൾ വാങ്ങാൻ അവർ നിർബന്ധിതരാകും. പക്ഷേ ഇങ്ങനെ എഫക്റ്റീവ് അല്ലാത്ത ആയുധം വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഈ ബംഗ്ലാദേശും ലബനോനും നൈജീരിയക്കൊക്കെ വലിയ വാർഷിപ്പൊക്കെ കൊടുത്തിരുന്നു ചൈന. അപ്പോൾ നൈജീരിയക്ക് കൊടുത്ത വാർഷിപ്പ് വർക്ക് ചെയ്യാണ്ട് അവർ റിട്ടേൺ ചെയ്തു. റിട്ടേൺ പോളിസി ഉണ്ട് ഇതിൽ. അതായത് വലിയ ഷിപ്പ് പോലത്തെ കാര്യത്തിനൊക്കെ റിട്ടേൺ പോളിസി ഉണ്ട്. അതായത് ഒരു മാസമൊക്കെ ഉപയോഗിച്ചിട്ട് എന്താ പറയുക എഫക്റ്റീവ് അല്ല വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പോൾ അവർ റിട്ടേൺ അടിച്ചിട്ട് പറഞ്ഞു ക്യാഷ് റീഫണ്ട് വേണം എന്ന തരത്തിലാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇന്ത്യ ഇൻ്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ചൈനയെ എന്താ പറയുക ശരിക്കും എക്സ്പോസ്ഡ് ആക്കി. ഇനി വരും ദിവസങ്ങളിൽ ഈ രാജ്യങ്ങളിലൊക്കെ എന്താ പറയുക ഇന്ത്യ ഉണ്ടാക്കിയും റഷ്യയുടെ കയ്യിൽ നിന്നുള്ള ആയുധങ്ങൾ കൂടുതൽ വാങ്ങാനാണ് സാധ്യത. അത് നല്ലൊരു കാര്യമാണ്. എന്താ പറയുക ഭാവിയിൽ അത് ഇന്ത്യക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ ഉപകാരപ്പെടും. അപ്പോൾ എന്ത് തന്നെയാലും നല്ല കാര്യങ്ങൾ രാജ്യം സംഭവിക്കട്ടെ. ഇന്ത്യ വലിയ ആയുധം സപ്ലൈ ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങൾക്ക് ആയുധം കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി മാറട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.